സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കസ്തൂരീതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുക്കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ഠേ ച മുക്താവലി. ഗോപസ്ത്രീപരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂഡാമണി. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. സദസ്സിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രവേദിയിൽ ഇന്ന് പ്രഭാതത്തിൽ നാം ആദ്യമായിട്ട് അനുസ്മരിക്കുന്നത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 2 അധ്യായങ്ങളിലായി പറഞ്ഞ സുദാമ ചരിത്രം അല്ലെങ്കിൽ പൃഥുക ഉപാഖ്യാനമാണ്. ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അനവധി ഭക്തന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ടും ആ ഭക്തന്മാരുടെ അനുഭവങ്ങളെ, അവരുടെ ജീവിതത്തെയൊക്കെ നമ്മളുടെ മുൻപിൽ വർണ്ണിച്ച് വേദവ്യാസ മഹർഷി ദശമസ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ വളരെയധികം ആകർഷകമായിട്ടുള്ള കൃഷ്ണകഥകളിൽ കൂടിയിട്ട് ആ ഭഗവത് ലീലകളെ വർണ്ണിച്ച് എങ്ങനെയാണ് ചിത്തവൃത്തികളുടെ നിരോധം സാധ്യമാവുക എന്നുള്ളത് ഇതുവരെയുള്ള കഥകളിൽ കൂടിയിട്ടൊക്കെ പറഞ്ഞു. വളരെ ചുരുക്കി കൃഷ്ണകഥകളെ പറഞ്ഞു കേൾപ്പിക്കുന്ന സമയത്ത് ശ്രീമദ് ഭാഗവതത്തിന്റെ മുഖ്യ ശ്രോതാവായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ് വേദവ്യാസ മഹർഷിയുടെ പുത്രനായിട്ടുള്ള ശേഷുക ബ്രഹ്മർഷിയോട് ആ കൃഷ്ണകഥകളെ കുറച്ചുകൂടി ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നീട് വിസ്തരിച്ച് 90 അധ്യായങ്ങളിലായിട്ട് പറയാൻ ആരംഭിച്ചത്. അപ്പൊ ഇവിടെ ആവുമ്പോഴേക്കും ഈ 89-ാമത്തെ അധ്യായമൊക്കെ ആവുമ്പോഴേക്കും ആ ഭഗവത് ലീലകൾ, ബാല്യ കൗമാര ലീലകളൊക്കെ പിന്നിട്ട് ഗൃഹസ്ഥാശ്രമ ലീലകളെയൊക്കെ വർണ്ണിച്ച് ഏതാണ്ട് ആ കൃഷ്ണകഥകളെ ഇവിടെ ഉപസംഹരിക്കാൻ തയ്യാറെടുക്കുകയാണ് ശേഷുക ബ്രഹ്മർഷി. അതുകൊണ്ടുകൂടിയാവാം ഇനിയും ഏതെങ്കിലുമൊക്കെ ഭക്തന്മാരുടെ കഥകളെ അങ്ങക്ക് പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ കുറച്ചുകൂടി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നതായ പരീക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന് ഒരു സഖാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുദാമ ചരിത്രം ആരംഭിക്കുന്നത്. കൃഷ്ണസ്യാസീൽ സഖാ കശിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ചരിത്രം പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഗൃഹസ്ഥാശ്രമി ഇങ്ങനെ ആവാൻ പാടുണ്ടോ, അങ്ങനെ ഒരു സംശയം സാമാന്യേന ഉണ്ടാവാവുന്നതാണ്. പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഒരു പുരാണത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന, അങ്ങനെ അതിനെ സമീപിക്കുന്ന ഒരു ശ്രോതാവിന് ഈ ഒരു കഥ, ഒരു ഗൃഹസ്ഥാശ്രമിയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആവാൻ പാടുണ്ടോ ഒരു ഗൃഹസ്ഥാശ്രമി എന്നൊരു സംശയം തോന്നാം. എന്നാൽ ഇവിടെ ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല, ഇനി പ്രത്യക്ഷമായിട്ട് പറഞ്ഞതിന് അപ്പുറത്ത് ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എല്ലാ കഥകൾക്കും എല്ലാ വർണ്ണനകൾക്കും മറ്റൊരു സൂചന കൂടി ഭഗവതകാരൻ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. ആ രീതിയിൽ ഇതിനെ കാണുമ്പോൾ മാത്രമേ ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു വർണ്ണനയുടെ പൂർണ്ണത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ല എങ്കിൽ
പലപ്പോഴും സാധാരണ സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. പലപ്പോഴും ഇതിനെ തെറ്റായി തന്നെ പറഞ്ഞും കേൾക്കാറുണ്ട്. ഈ കഥ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളതാണോ? അങ്ങനെയൊക്കെ ചില സംശയങ്ങളുമൊക്കെ പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കാറുണ്ട്. ഗൃഹസ്ഥനായിരുന്നിട്ടും തൻ്റെ കർത്തവ്യങ്ങളെ ചെയ്യാത്ത ഒരാളെ കുറിച്ചിട്ട് എന്തിന് ഭാഗവതത്തിൽ വർണ്ണിച്ചു കേൾപ്പിക്കുന്നു? അങ്ങനെയൊക്കെയുള്ള ഒരു തർക്കങ്ങൾ ഒരുപക്ഷെ ആവശ്യമില്ലാത്തതാണ്, അങ്ങനെയുള്ള തർക്കങ്ങൾക്കൊക്കെ. പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഭാഗവതകാരൻ്റെ ഉദ്ദേശം എന്നുള്ളത് അതിൻ്റെ താത്വികമായിട്ടുള്ള വശത്തെ നമുക്ക് കാണുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണു. അപ്പം ആദ്യം തന്നെ ശ്രീകൃഷ്ണന്റെ സഖാവായിട്ടുള്ള സന്ദീപനിയുടെ ഗുരുകുലത്തിൽ ഒന്നിച്ച് വിദ്യാഭ്യാസം ചെയ്ത ആ ഒരു കാലയളവിൽ സഖാവായിട്ട് സുഹൃത്തായിട്ടുണ്ടായിരുന്ന സുദാമനെ ഒന്ന് പരിചയപ്പെടുത്തി. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അദ്ദേഹം വിരക്തനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിനെക്കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇന്ദ്രിയ തർപ്പണം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യുക, ആ സുഖാനുഭവം അതൊന്നും അദ്ദേഹത്തിന് ബാധിക്കുന്നതായ കാര്യങ്ങളായിരുന്നില്ല. ഇന്ദ്രിയ ജയം വന്നിട്ടുള്ള ആളാണ്. തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, യാദൃച്ഛികമായി വന്നു ചേരുന്നത് കൊണ്ട് യദൃച്ഛയാ ഉപപന്നേന. അങ്ങനെ മാത്രം തൻ്റെ ഗൃഹസ്ഥാശ്രമത്തെ പാലിച്ചു പോന്ന ആളാണ്. തൻ്റെ പത്നിയാവട്ടെ, അദ്ദേഹത്തിന്റെ പത്നിയാവട്ടെ, ആ ഭർത്താവിന് അനുയോജ്യമായ രീതിയിൽ ഒരിക്കലും തൻ്റെ കർത്തവ്യങ്ങൾ, ഒരു കുടുംബിനിയാവുമ്പോൾ, ഒരു ഗൃഹനാഥയാവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിഥികൾ വരും, അവരെ സ്വീകരിക്കണം, അതിഥി പൂജ ചെയ്യണം. ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ഏതൊരു കുടുംബിനിക്കും അത് പ്രയാസമുണ്ടാക്കുന്നതാണ്. എന്നിരുന്നാൽ അതിനെക്കുറിച്ചിട്ടൊന്നും ഒരിക്കലും തൻ്റെ ഭർത്താവിനോട് പരാതിപ്പെടാതെ ആ പതിവ്രതാരത്നം തൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ തപസ്സിനെ സഹായമായി കൊണ്ട് തന്നെ പ്രവർത്തിച്ചു. എന്നിരുന്നാലും അവർക്ക് തൻ്റെ ആ ധർമ്മങ്ങൾ, പതിവ്രതാധർമ്മം, ഭർതൃശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് അതൊക്കെ വേണ്ടതുപോലെ ആവുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുന്നതായ ആ സുദാമ പത്നി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഭർത്താവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കഥാരൂപത്തിൽ നമുക്കിതിനെ പ്രത്യേകിച്ച് അധികം കാണേണ്ടതില്ല. പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സദസ്സിൽ എത്രയോ പ്രാവശ്യം ഈ കഥകളെ, അതിൻ്റെ തത്വങ്ങളെ കേട്ടിട്ടുള്ള ഒരു സദസ്സിലാണ് ഈ ഉള്ളവൻ വന്നിരിക്കുന്നത് എന്ന നല്ല ബോധ്യമുണ്ട്. പിന്നെ 1.25 മണിക്കൂറും ഇതിൻ്റെ താത്വികമായൊരു വിഷയം പറയാനുള്ള ഒരു കരുത്തില്ലാത്തത് കൊണ്ട് ആദ്യം കഥ പറയുകയാണ്. സദസ്സിലെ മഹാത്മാക്കള് സദയം ക്ഷമിക്കുക. ഇത് നിരന്തരമായിട്ട് തൻ്റെ ഭർത്താവിനെ, ആ ബാല്യകാല സുഹൃത്തായിട്ടുള്ള, വിദ്യാഭ്യാസ കാലത്ത് തനിക്ക് സുഹൃത്തായിട്ടുണ്ടായിരുന്ന ശ്രീകൃഷ്ണനെ കുറിച്ച് എന്നും പറയാറുണ്ട്. ആ ശ്രീകൃഷ്ണനാവട്ടെ ഇന്ന് ദ്വാരകാനാഥനായിട്ട്, മഹാലക്ഷ്മി വല്ലഭനായിട്ട് രുക്മിണ്യാദി ദേവിമാരെ വിവാഹം ചെയ്ത് ദ്വാരകയിൽ വസിക്കുന്നുവല്ലോ. അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടുവരൂ. നമ്മളിന്ന് അനുഭവിക്കുന്നതായ ഈ ദുഃഖങ്ങൾ, ശരീരധർമ്മങ്ങളെ വേണ്ടതുപോലെ, ഇപ്പോൾ വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കണം, വസ്ത്രം മാറി കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ ദാരിദ്ര്യമുണ്ട്. അതിനെ തീർക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ദ്വാരകയിൽ ഒന്ന് പോയി വന്നാലും എന്നൊക്കെ ആ പതിവ്രതയുടെ, തൻ്റെ പത്നിയുടെ പ്രാർത്ഥന പലപ്പോഴായി കേൾക്കുന്ന സുദാമൻ ഒരവസരത്തിൽ ചിന്തിക്കുകയാണ്,
തീർച്ചയായിട്ടും തൻ്റെ പത്നിയുടെ ഈ ഒരു ആവശ്യം ന്യായമാണ്. തനിക്കും ആ കൃഷ്ണനെ വിദ്യാഭ്യാസകാലം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിയതിന് ശേഷം ഇതുവരെയും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ രൂപം, ആ ഒരു ചിത്രം, അതിനി ദ്വാരകയിൽ പോയി കണ്ടിട്ട് വേണ്ട ഓർമ്മ പുതുക്കാൻ. എന്നിരുന്നാലും ഒന്ന് നേരിട്ട് പോയി ഒന്ന് കാണുക എന്ന ആ പത്നിയുടെ നിർദ്ദേശത്തെ ഒടുവിൽ സ്വീകരിക്കണു. പോവാൻ തയ്യാറാവുന്ന സുദാമൻ, നാളെ പ്രഭാതത്തിൽ ഞാൻ ദ്വാരകയിലേക്ക് പോവാം. എന്നാൽ ഒരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് സമ്മാനിക്കണമല്ലോ. പ്രത്യേകിച്ചും വളരെ കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അവ സമ്മാനിക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് തന്നയക്കണം എന്ന ആ സുദാമന്റെ വാക്കുകൾ കേട്ടിട്ടാണ് സുദാമ പത്നി യാചിത്വാ ചതുരോ മുഷ്ഠീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭദ്രേ പ്രാതാതുപായനം. യാചിച്ചു കിട്ടിയതായ 4 പിടി പൃഥുക തണ്ടുലം, 4 പിടി അവില് തൻ്റെ ചേലയുടെ ഒരു ഭാഗത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുകയും പ്രഭാത കൃത്യങ്ങളെയെല്ലാം ചെയ്ത് തൻ്റെ നിത്യകർമ്മങ്ങളെയെല്ലാം പൂർത്തിയാക്കി ദ്വാരകയ്ക്ക് യാത്ര പുറപ്പെടാൻ തുടങ്ങുന്ന സുദാമന്റെ കയ്യിൽ ആ അവിൽക്കിഴി കൊടുത്തയക്കണു. സതാനാദായ വിപ്രാഗ്ര്യ പ്രയൗ ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. തന്റെ പത്നി സമ്മാനിച്ചതായ ആ അവിൽക്കിഴി സ്വീകരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ സജ്ജനങ്ങൾ വളരെയധികം അഭിപ്രായപ്പെടാറുള്ള ഒരു വിഷയമാണ്. ഭാഗവതത്തില് ദശമസ്കന്ധത്തില് കൃഷ്ണകഥകളെ വർണ്ണിക്കുന്നതായ സന്ദർഭത്തിൽ 3 സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഒരു പ്രയോഗം ഉള്ളത് എന്ന് കാണാം എന്നാണ്. പ്രയയൗ ദ്വാരകാം കില, പ്രയയൗ നന്ദഗോകുലം. ഉദ്ധവന്റെ വൃന്ദാവനത്തിലേക്കുള്ള യാത്രയിലും അക്രൂരന്റെ വൃന്ദാവന യാത്രയിലും സുദാമന്റെ ദ്വാരകാ യാത്രയിലും ഈ 3 സന്ദർഭങ്ങളിലെ ഈ ഒരു പ്രയോഗം കാണാൻ കഴിയൂ. എന്തായിരിക്കാം ഇവിടെ വേദവ്യാസ മഹർഷി ഉദ്ദേശിച്ചിട്ടുള്ളത്? ഭഗവത് അനുസന്ധാനം ചെയ്തുകൊണ്ട് ഒരു യാത്ര, ഒരു തീർത്ഥാടനം, ഈശ്വര ദർശനത്തിനായിട്ട് പോകുന്ന ഒരു ഭക്തന് തൻ്റെ യാത്ര അവിടെ എത്തിക്കഴിയുമ്പോൾ എങ്ങനെ തനിക്ക് ആ ഭഗവത് ദർശനം സാധ്യമാവുമോ, അത് വളരെ വേഗം സാധ്യമാവുമോ, ഇങ്ങനെയൊക്കെയുള്ള വരാൻ പോകുന്നതായ അനുഭവങ്ങളെ ചിന്തിച്ചുകൊണ്ട്, ഭാവന ചെയ്തുകൊണ്ട് തൻ്റെ ചുറ്റുപാടുകളെ മറന്ന്, തനിക്ക് ചുറ്റുപാടുകളിൽ നടക്കുന്നതെന്തോ, യാത്രയ്ക്കിടയിലുള്ളതായ പ്രതിബന്ധങ്ങൾ എന്തോ, കാഴ്ചകൾ എന്തോ, ഇതൊന്നും തന്നെ കാണാതെയും അതിനെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാതെയും ലക്ഷ്യമെന്തോ അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനം അല്ലെങ്കിൽ ഒരു യാത്ര, അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ഉദ്ധവന്റെ യാത്രയിലും നമുക്കത് കാണാൻ കഴിയണു. അക്രൂരൻ, ഭക്തനായിട്ടുള്ള അക്രൂരൻ പോകുമ്പോഴും പ്രഭാതത്തിൽ പുറപ്പെട്ട അദ്ദേഹം സന്ധ്യാസമയത്താണ് വൃന്ദാവനത്തിൽ എത്തിയത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ അത് വ്യക്തമാക്കി. വളരെ ചെറിയ ദൂരം സഞ്ചരിക്കാൻ അദ്ദേഹം വളരെ അധികം സമയമെടുത്തുവെങ്കിൽ അദ്ദേഹത്തിന് ആ യാത്ര തൻ്റെ തേര് തെളിക്കുവാനോ ഒക്കെ തന്നെ അദ്ദേഹം മറന്നുകൊണ്ട് ഒരേ ഒരു വിചാരം, ഒരേ ഒരു സ്മരണയിൽ തന്നെ മുഴുകിക്കൊണ്ടാണ് അദ്ദേഹം മനോരഥത്തിലാണ് സഞ്ചരിച്ചത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും സുദാമൻ ദ്വാരകയിലേക്ക്, തൻ്റെ ഗൃഹത്തിൽ നിന്നും ദ്വാരകയിൽ വരെയുള്ള യാത്ര മധ്യേ ഉള്ള യാതൊരു കാര്യങ്ങളും യാതൊരു പ്രതിബന്ധങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അനുഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. പുറപ്പെട്ട അദ്ദേഹം ദ്വാരകയിൽ എത്തിച്ചേർന്നു എന്നും തൻ്റെ സുഹൃത്തിന്റെ ശ്രീകൃഷ്ണന്റെ ആ
പ്രഭാവം കണ്ട് ഐശ്വര്യപൂർണമായിട്ടുള്ള ദ്വാരക രാജധാനി, അവിടുത്തെ വലിയ വലിയ ഗൃഹങ്ങൾ, കൊട്ടാരങ്ങൾ, ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആനന്ദമാണ് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നാണ്. ആനന്ദമാണ്. തൻ്റെ സുഹൃത്ത് ബാല്യകാല സഖാവാണ്, ഒപ്പം വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. അങ്ങനെ ഒരു സുഹൃത്തിന് തനിക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഈ ഭൗതികമായ എല്ലാ ഐശ്വര്യങ്ങളും തൻ്റെ സുഹൃത്തിന് ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിൽ നിർവ്യാജമായ ഒരു ആനന്ദം, അതുതന്നെയാണ് ശരിയായിട്ടുള്ള സുഹൃത്തിന്റെ ലക്ഷണം. ഇതിനി പറയണുണ്ട് ഭാഗവതകാരൻ. ഒട്ടും തന്നെ തനിക്ക് ഈ സുഖങ്ങളില്ലല്ലോ എന്ന ഒരു വേദന പോലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അത്യധികം സന്തോഷത്തോടുകൂടി ഇവിടെ പറഞ്ഞു, ബ്രഹ്മാനന്ദം ഗതോ യഥാ. അങ്ങനെ ദ്വാരകയിൽ പ്രവേശിച്ച ആ സുദാമൻ എവിടെയാണ് ശ്രീകൃഷ്ണൻ, എവിടെയാണ് തന്റെ സുഹൃത്ത് എന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നതായ സന്ദർഭത്തിൽ തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാപര്യങ്കമാസ്ഥിത സഹസോദ്ധായ ചാഭ്യേത്യ ദോർഭ്യാം പര്യഗ്രഹീൻ മുത സഖ്യുപ്രിയസ്യ വിപ്രർഷേരംഗസംഗാതി നിരുവൃത പ്രീതോ വിമുഞ്ചത ബിന്ദുന്നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ദൂരെന്ന് തന്നെ സുഹൃത്തിനെ കണ്ടു. സുദാമന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ ശ്രീകൃഷ്ണൻ വളരെ വേഗം അടുത്ത് എത്തിച്ചേർന്നു, ആലിംഗനം ചെയ്തു എന്നാണ് പറയാറുണ്ട്. ഭാഗവതത്തില് അതിന് പരാമർശമില്ലെങ്കിലും വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്, മഹാത്മാക്കൾ പറയും, ഈ ആലിംഗനം കണ്ട കൃഷ്ണപത്നിമാര് പോലും മോഹിച്ചു പോയി എന്നാണ്. ഇങ്ങനൊരു ആലിംഗനം ഞങ്ങൾക്ക് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സുദാമനെ ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്യുന്നതായ കൃഷ്ണൻ വേഗം തന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ബലരാമനെ സ്വീകരിക്കുന്നതായ അതേ ഗൗരവത്തോടുകൂടി തൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു സുഹൃത്താണ്, ഭക്തനാണ്, ഒപ്പം വിദ്യാഭ്യാസം ചെയ്ത ആളാണ്, കൂട്ടുകാരനാണ്, ആ ഒരു എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി ഉപചാരങ്ങളൊക്കെ ചെയ്ത് രുക്മിണീ ഗൃഹത്തിലേക്കാണ് കൂട്ടി ചെന്നത് എന്ന് പറഞ്ഞു. പിന്നീട് രുക്മിണ്യാദി ദേവിമാര് കൊണ്ടുവന്ന പൂജാദ്രവ്യങ്ങളെ കൊണ്ട് എല്ലാ ഉപചാരങ്ങളെയും നൽകി സുദാമനെ പൂജിക്കുന്നു. ഇത് കണ്ടിട്ടാണ് ദ്വാരകാവാസികളൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ട്, എത്ര പുണ്യം ചെയ്തൊരാളാണ് ഇദ്ദേഹം, കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ. കണ്ടാൽ തന്നെ ഒരു പ്രാകൃതനാണ് എന്ന് തോന്നും, അവധൂതനാണ്, ശരീരധർമ്മങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാത്ത ഒരാളാണ് എന്ന് തോന്നും. മലിനമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഭിക്ഷുരൂപത്തിലുള്ള ഒരാളെ ശ്രീകൃഷ്ണൻ കൊണ്ടുവന്നിരുത്തിയിട്ട് പൂജിക്കുന്നു. എല്ലാവരും കൃഷ്ണനെ ആരാധിക്കുമ്പോൾ, കൃഷ്ണനെ പൂജിക്കുമ്പോൾ, ഇവിടെ ആ ശ്രീകൃഷ്ണൻ തന്നെ മറ്റൊരാളെ സിംഹാസനത്തിലിരുത്തിയിട്ട്, മാന്യമായ സ്ഥാനത്തിരുത്തിയിട്ട് ഉപചാരങ്ങളെ കൊണ്ട് പൂജിക്കുന്നുവല്ലോ. അങ്ങനെ ഉപചാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അദ്ദേഹം സ്വസ്ഥനായി എന്ന് കണ്ടിട്ടാണ് അടുത്തിരുന്നു. പിന്നീട് കുശലപ്രശ്നം ചെയ്യുകയാണ്. അപ്പൊ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മം, ഒരു ആതിഥ്യ മര്യാദ, അതിഥി വന്നു കഴിഞ്ഞാൽ ആദ്യം യാത്രാക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കുടിക്കാൻ വെള്ളം കൊടുക്കുക, കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, ആ ക്ഷീണമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുശലപ്രശ്നം ചെയ്യുക. അതൊരു അതിഥിയുടെ ആതിഥേയന്റെ മര്യാദയാണ് എന്നിവിടെ കാട്ടിത്തന്നുകൊണ്ട് പിന്നീട് കുശലപ്രശ്നം ചെയ്യണതൊക്കെ ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചിട്ടല്ല എന്ന് കാണാൻ പറ്റും. ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത ആ ഒരു കാലം അത് കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിയതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം, അതിനുശേഷം അങ്ങ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുണ്ടാവാം, ഉണ്ട് എന്നറിയാം. അങ്ങക്ക്
അങ്ങയുടെ പത്നി യോജിക്കുന്ന ആള് തന്നെയാണല്ലോ, അനുരൂപയാണല്ലോ. പിന്നെ അവിടെ അത്യധികമായിട്ടൊന്നും ചോദിക്കാനില്ല, പറയാനുമില്ല. കാരണം അവിടെ കുശല പ്രശ്നത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. പിന്നെയും നമ്മൾ അധികവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ആ ബാല്യം, അല്ലെങ്കിൽ കൂട്ടുകാരോട് കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ കാലം. എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അല്ലാതെ മറ്റുള്ളവയൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാറില്ല എങ്കിലും ഇപ്പോൾ വിവാഹം നടന്ന തീയതി, അതിൻ്റെ വാർഷികം നമ്മൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പരസ്യം ചെയ്യുന്നതാണ്. എല്ലാ വർഷവും അതിൻ്റെ 4 കോളം വാർത്തയിടും എന്നുള്ളതല്ലാതെ ആരും ആത്മാർത്ഥമായിട്ടത് ഓർക്കാൻ ഇഷ്ടപ്പെടേണ്ട, ഓർത്തിട്ടാവില്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഓർക്കണതാണ്. അപ്പം അതിലും ഹൃദ്യമായ മധുരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് ബാല്യത്തിലേതാണ്. പറയാറുണ്ട്, ഒരു വിദ്യാഭ്യാസം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിദ്യാഭ്യാസം ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ, ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് ആ വിദ്യാഭ്യാസം വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും അത് കാട്ടിത്തരികയാണ്. നമ്മൾക്ക് എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ള, എത്ര കാലം കഴിഞ്ഞാലും അതിന് മാറ്റു കുറയില്ല, ഇപ്പോഴും നമ്മളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ പഴയ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ഒരുപക്ഷെ 40-50 വർഷം മുൻപ് ഒന്നിച്ച് പഠിച്ചവരാണ്. ഇന്നത്തേതുപോലെ സൗകര്യങ്ങളില്ലാത്ത കാലത്താണ് ഒന്ന് ചേർന്ന് പഠിച്ചത്. അവരെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തി അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ. എന്തുകൊണ്ടാണ് അത് നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഒരു കാലം. അങ്ങനെ കുശലപ്രശ്നം ചെയ്യണു. അന്ന് ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നപ്പോ ഒരിക്കൽ ഗുരുപത്നിയുടെ വാക്കുകൾ കേട്ട് ഇന്ധനത്തിനായിട്ട് പോയതും, ഗുരുതാരൈശ്ചോദിതാനാം ഇന്ധനാനയനേ ക്വചിൽ പ്രവിഷ്ടാനാം മഹാരണ്യമപർത്തോ സുമഹൽ ദ്വിജ വാദവർഷമഭൂത് തീവ്രം നിഷ്ഠുരാസ്തനയിത്നവ സൂര്യശാസ്തം ഗതസ്താവൽ തമസാ ചാവൃതാദിശ. വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതും, വിറക് ശേഖരിച്ച് മടങ്ങിപ്പോരാറായപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. സമയം സന്ധ്യയായി. മടങ്ങി വരാനുള്ള വഴി അറിയാതെ കാട്ടില് വളരെയധികം അലഞ്ഞ് എങ്ങനെയൊക്കെയോ സൂര്യ ഉദയമൊക്കെ ആവാറായപ്പോഴേക്കും ആശ്രമത്തിൽ മടങ്ങി, ഗുരുകുലത്തിൽ മടങ്ങിയെത്തി. അപ്പോഴേക്കും ഈ കുട്ടികളെ അന്വേഷിച്ച് ഗുരുനാഥനും പുറപ്പെട്ടിരിക്കണു. തൻ്റെ ശിഷ്യന്മാര് എത്രയോ വിഷമിച്ചിട്ടാണ് ഈ വിറക് കെട്ടുകൾ ശേഖരിച്ചുകൊണ്ട് വരണത്. ആ രംഗം കണ്ട ഗുരുനാഥൻ ഓടി വന്ന് ആ കുട്ടികളെ ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്തുകൊണ്ട് പറയണു, ഏതൊരു മനുഷ്യനും തൻ്റെ ശരീരത്തെ സംരക്ഷിക്കുക, തൻ്റെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന, ജീവഹാനി സംഭവിക്കുന്ന ഒന്നും ചെയ്യാൻ ഒരാളും തയ്യാറാവില്ല. അപ്പൊ ശരീരത്തെ പോലും നിസ്സാരമായി കണ്ടുകൊണ്ട് ഗുരുവിന് വേണ്ടിയിട്ട് ഈ ഒരു കൈങ്കര്യം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായില്ലോ എന്ന് പറഞ്ഞ് നമ്മളെ അന്ന് അനുഗ്രഹിച്ചതായ രംഗം അങ്ങ് ഓർക്കണില്ലേ സുദാമൻ? ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറയണത് മുഴുവൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിന് അധികം ഒന്നും പറയാനില്ല. അങ്ങ് ആ ജഗത് പ്രഭുവായിട്ടുള്ള ഭഗവാൻ ഗുരുവിന്റെ സമീപത്ത് അനുസരണയുള്ള ഒരു ശിഷ്യനായിട്ട് ഇരുന്നത് പോലും, ഈ മനുഷ്യരൂപത്തിൽ ഞങ്ങൾക്കിടയിൽ വന്നതുപോലും അത്യത്ഭുതം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ കുശലപ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ തൻ്റെ സുഹൃത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരിക്കാം ഒന്ന് നോക്കി എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും കാലം കൂടിയിട്ട് ഇതുവരെ തന്നെ കാണാൻ വരാതിരുന്ന, കാണേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. അപ്പൊ ഇപ്പോ ഈ സമയത്ത് വരാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഉള്ളില് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അപ്പോഴാണ് മനസ്സിലായത് യാതൊരു ആഗ്രഹങ്ങളുമില്ല.
വരണ സമയത്തും ഇവിടെ വന്ന് ഈ ഐശ്വര്യങ്ങളെ കണ്ടിട്ടോ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സ് ചലിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രീകൃഷ്ണന്റെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങണമെന്നോ ഏതെങ്കിലും പ്രത്യേക ഒരു സുഖം അനുഭവിക്കണമെന്നോ ഒന്നും അദ്ദേഹത്തിനില്ല. അപ്പോഴും എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ആ ഒരു കുട്ടിക്കാലത്ത് തനിക്ക് കൂട്ടുകാരനായി കിട്ടിയ ശ്രീകൃഷ്ണന്റെ ആ ഒരു രൂപം മാത്രമാണ് ഉള്ളില്. പ്രേമണാ നിരീക്ഷണേനൈവ. ശ്രീകൃഷ്ണന് അത് ബോധ്യമായി. പത്നിയുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ ആ ധർമ്മപത്നി സുദാമ പത്നി കൊടുത്തയച്ച ആ ഒരു നിവേദ്യമുണ്ട്. ഒരു ധർമ്മപത്നിയെ, ഒരു പതിവ്രതയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഈശ്വരനാണ്, ഈശ്വരതുല്യനാണ്. അപ്പൊ താൻ പ്രയത്നം ചെയ്ത് തനിക്ക് കിട്ടിയ, താൻ നേടിയതായ ആ ഒരു പദാർത്ഥം അത് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണന് കൊടുക്കാനുള്ളതാണ്. ഒരുപക്ഷെ ആ സുദാമ പത്നി സങ്കല്പം ചെയ്തിട്ടുണ്ടാവാം, ഹേ ഭഗവാനെ, ഇത് സ്വീകരിക്കണേ, ഇത് ഞാൻ പ്രയത്നം ചെയ്തിട്ട് കിട്ടിയതല്ല, യാചിച്ചു കിട്ടിയതാണ്, ഇതേ എനിക്ക് തരാനുള്ളൂ, അവിടുന്ന് ഇത് സ്വീകരിച്ച് തൃപ്തിപ്പെടണേ, സന്തോഷിക്കണേ എന്നൊരു പക്ഷേ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും തനിക്ക് സമർപ്പിക്കപ്പെട്ട ആ ഒന്നാണ് തൻ്റെ സുഹൃത്തിന്റെ കയ്യിൽ, സുദാമന്റെ കയ്യിലുള്ളത്. അപ്പൊ അത് തനിക്ക് സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഒന്ന് ചോദിച്ചത്, എന്താ അങ്ങ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങ് വെറുതെ വരാൻ വഴിയില്ല, എന്തെങ്കിലും ഒന്ന് കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് അങ്ങ് കയ്യിൽ കരുതിയിട്ടുണ്ടാവുമല്ലോ. കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവദാഗൃഹാൽ അണ്വപ്യുപാഹൃതം ഭക്തൈ പ്രേംണാ ഭൂര്യേവമേ ഭവേൽ ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ. എന്താ അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? അത് എത്ര ചെറുത് ആണ് എങ്കിലും, എത്ര നിസ്സാരമാണ് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിലും, അങ്ങയെപ്പോലെയുള്ള ഉത്തമ ഭക്തന്മാർ തരുന്നത് എന്നെ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. എനിക്ക് അത്യധികം സന്തോഷത്തെ അത് പ്രദാനം ചെയ്യും. നേരെ മറിച്ച് വളരെ അധികമുണ്ട് എങ്കിലും അഭക്തന്മാരാണ് തരുന്നത് എങ്കിൽ അതെന്നെ സന്തോഷിപ്പിക്കുന്നതല്ല സുദാമൻ. പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. എന്തു തന്നെയാണെങ്കിലും ഇലയുമാം ഇഭവുമാം മലർക്കന്യാമണവാളൻ ഒക്കെയുമാവാം. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല. ഇത് വലുത്, ഇത് ചെറുത്, ഇത് വില കുറഞ്ഞത്, ഇത് വില കൂടിയത്, അങ്ങനെയുള്ള ഭേദമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എന്ത് തരാൻ കഴിയുമോ അത് തന്നുകൊള്ളൂ, നല്ല മനസ്സോടുകൂടി തന്നുകൊള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സുദാമൻ അത് കൊടുക്കാൻ തയ്യാറാവണില്ല. ഒടുവിൽ പിടിച്ചു വാങ്ങുകയാണ്. സ്വയം ജഹാര കിമിതമിതി പൃഥുകതണ്ടുലാൻ. ആ അവിൽക്കിഴി പിടിച്ചു വാങ്ങുകയും അത് കെട്ടഴിച്ച് അതിൽ നിന്നും ഒരു പിടിയെടുത്ത് അമൃതയത്ത് ചെയ്തു. ആ അവില് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം ഏതേ വിശ്വം ഏതേ പൃഥുകതണ്ടുല. ലോകം മുഴുവനും, ലോകത്തിലെ സകല വിഭവങ്ങളും അമൂല്യമായ വസ്തുക്കളും മുൻപിൽ കൊണ്ടുവന്നു വച്ചാൽ എത്ര സന്തോഷം ഉണ്ടാവുമോ അത്ര അതിലും അധികം സന്തോഷമാണ് ഇതിൽ നിന്നും ഞാൻ അനുഭവിക്കുന്നത്. അത്ര സ്വാദിഷ്ടമായതാണ്. വെറും നിസാരമായ അവില്, അതിന് സ്വാദുണ്ടാവണമെങ്കിൽ അതിൽ ശർക്കര ചേർക്കണം, നാളികേരം ചേർക്കണം, എന്തെങ്കിലുമൊക്കെ മറ്റ് ചേരുവകൾ ചേർത്ത് പാകപ്പെടുത്തിയതാണെങ്കിൽ സമ്മതിക്കാം. ഇവിടെ ശുദ്ധ കളവാണ് പറയണത്, ഒന്നും ചേർത്തിട്ടില്ല. യാചിച്ചു കിട്ടിയ 4 പിടി വെറും പച്ച അവില് പൊതിഞ്ഞു കൊണ്ടുവന്ന സുദാമന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു പിടി അവിലെടുത്ത് അമൃതയത്ത് ചെയ്തിട്ട് പറയുകയാണ്, പരമപ്രീണനം സഖേ. അത് സുദാമനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണതാവില്ലേ? അല്ല എന്നുള്ളതിന് ഒരു ന്യായം എന്താ ഇവിടെ സൂചിപ്പിക്കുന്നത്? അപ്പൊ ഇവിടെ ഈ കഥകള് അല്പം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓർക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ വൃന്ദാവനത്തില് ആ
യശോദാദേവിയിൽ നിന്നും, ആ അമ്മയിൽ നിന്നും അമ്മ തരണ ഭക്ഷണം കഴിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരു സ്വാദാണ്, ആ ഒരു മധുരമാണ് ഞാൻ ഇതിൽ കാണണത്, ഇതിൽ അനുഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. അപ്പൊ എവിടുന്നാണ് ഈ ഒരു പരാമർശം കിട്ടിയത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗർഗഭാഗവതം വായിച്ചത് യാദൃച്ഛികമായിട്ട്. അവിടെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് പറയണത്. ഇത് കുട്ടിക്കാലത്ത് അന്ന് വൃന്ദാവനത്തില് ഒരു 12 വയസ്സ് വരെയൊക്കെ വൃന്ദാവനത്തിലായിരുന്നപ്പോ എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് അന്ന് അമ്മ, ആ യശോദാദേവി ഭക്ഷണമൊക്കെ തരാറുള്ളത്. പലപ്പോഴും പരാതികളുമായിട്ട് ആവും വരിക കൃഷ്ണൻ. ചിലപ്പോ കൂട്ടുകാരോ ഏട്ടനോ ഒക്കെ പരിഹസിച്ചു എന്ന് പറഞ്ഞിട്ടാവും വരിക. കണ്ണാനയ്യേ കറുത്തു പോയി. ഒരു ദിവസം കൂട്ടുകാര് പറയണു കൃഷ്ണൻ കറുത്ത ആളാണ്, ബാക്കി എല്ലാവരും വെളുത്തിട്ടാണ്. കൂട്ടുകാരൊക്കെ ഇത് പറയണു, ഏട്ടനും ഇത് പറയണു. സ്വന്തം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ കൂട്ടുകാര് പറയാണ്ടിരിക്കുവോ? ഇനി ഈ കണ്ണൻ കറുത്തതാണ്, അത് മാത്രമല്ല യശോദയുടെ മകനല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഉണ്ണി നീ എന്റെ മകനല്ലാണ്ടേ ആവോ? അതിന് ന്യായം പറയേണ്ടത് എന്താ? അവര് ഗോമയത്തിനു മാറ്റമായെന്നെ ഗോപി വാങ്ങിയതാണു പോൽ. കൃഷ്ണ, ഇവിടെ ഇഷ്ടംപോലെ ഗോമയുണ്ടല്ലോ, ഇഷ്ടംപോലെ പശുക്കളുണ്ട്, ചാണകത്തിനും വിഷമമില്ല. 1 2 പാട്ട ചാണകം കൊടുത്തപ്പോ ഏതോ ഒരു സ്ത്രീ യശോദയ്ക്ക് കൊടുത്തിട്ട് പോയതാ, ദാ ഈ കുട്ടിയെ യശോദ വെച്ചോളൂ. അങ്ങനെ ഗോമയത്തിനു മാറ്റമായെന്നെ. ഇത് ശരിയാണോ അമ്മേ? കുട്ട, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണത് കേട്ടിട്ട് വിശ്വസിക്കണോ? അല്ല, അതിപ്പോ ശരിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. എന്താ അത്? അവര് പറയണതൊക്കെ ശരിയാണ് എന്ന് തോന്നാൻ കാരണം എന്താ? അച്ഛനും അമ്മയും വെളുത്തിട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ മാത്രം കറുക്കാൻ എന്താ കാരണം? ഇന്നതിന്നൂടെ കാരണം ചൊല്ലാതുണ്ണുവാൻ വരികില്ല ഞാൻ. അതിന്റെ കാരണം പറയാതെ ഇന്ന് ഞാൻ ഊണ് കഴിക്കില്ല. അപ്പൊ പിന്നെ യശോദ എന്തെങ്കിലുമൊക്കെ അതിന് ഒരു മറുപടി കൊടുക്കും, ഒരു മുടന്തൻ ന്യായം എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെയൊക്കെയാണ് എന്തെല്ലാം പറഞ്ഞിട്ടാ അമ്മ ഭക്ഷണം കഴിപ്പിക്കാറുള്ളത്. അപ്പൊ അന്ന് സ്നേഹത്തോടു കൂടിയിട്ട് അമ്മ തരണ ഭക്ഷണം എത്ര നിസ്സാരമായതാണെങ്കിലും തിരക്കുള്ള പഴയ കാലത്ത് എത്രയോ എന്തെല്ലാം ജോലികൾ ചെയ്യണ അമ്മ കരിയും പുകയും മുഷിഞ്ഞ വസ്ത്രം ഒക്കെ എടുത്തു വെച്ച് പല ജോലിയും ചെയ്യണതിനിടയ്ക്ക് അമ്മ കുഴച്ചു ഉരുട്ടി തരണ ഒരു ചോറ്റുരുളയുടെ ആ അന്നത്തിന്റെ സ്വാദ് മറക്കാൻ പറ്റില്ല അല്ലെ ഒരു കുട്ടിക്കും? അപ്പൊ അത്രയും സ്വാദിഷ്ടമായ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടി തന്ന ആ ഒരു നിവേദ്യത്തിന്റെ, ആ ഒരു സമ്മാനത്തിന്റെ, ഭക്ഷണത്തിന്റെ സ്വാദ് അത്രയധികം സ്വാദിഷ്ടമാണ് ഹേ സുദാമൻ അങ്ങ് കൊണ്ടുവന്ന ഈ പൃഥുകതണ്ടുലത്തിന്, ഈ ഒരു പിടി അവിലിന്. അപ്പൊ എന്താ അതിലെ ചേരുവ? നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം അതിലുണ്ട്. നിഷ്കളങ്കമായ സ്നേഹം, പ്രേമം ചേർത്തിട്ടാണ് ഈ ആ പ്രേമാമൃതയിൽ കുഴച്ചെടുത്തതായ അവിലാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര മധുരമായത്, സ്വാദിഷ്ടമായത് എന്നൊക്കെ അതിൻ്റെ മഹിമയൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഒരു പിടി കൂടി എടുക്കാൻ ഭാവിച്ചു എന്നും രുക്മിണീ ദേവി അത് പിടിച്ചു വാങ്ങി. അത്രയും മതി എന്ന് അപ്പൊ അതിന്റെ കാരണമൊക്കെ പറയണു. ഒരുപക്ഷെ രണ്ടാമത് ഒരു പിടികൂടി സ്വീകരിച്ചു എങ്കിൽ സുദാമന് അവിടെ വെച്ച് തന്നെ സായുജ്യം ആവുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭഗവാൻ സങ്കല്പം കൊണ്ട് നൽകിയതായ ഈ ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ സുദാമ പത്നി തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ അനുഭവിക്കേണ്ടി വരും. ഭർത്തൃമതിയായ ഒരു സ്ത്രീക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഐശ്വര്യങ്ങൾ ഭർത്താവിനോട് കൂടി ചേർന്ന് തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുഖകരമായത്, ഏറ്റവും ഹൃദ്യമായത്. അപ്പൊ അതുകൊണ്ട് അങ്ങ് സുദാമനെ, കൂട്ടുകാരനെ മടങ്ങിപ്പോവാൻ അനുവദിക്കൂ എന്ന ഭാവേന. അല്ല എങ്കിൽ ഇതിന് വേറൊരു കാരണം ഇനി പറയാൻ പോണു. അതിന്റെ താത്വികമായിട്ടുള്ള വർണ്ണനയിൽ നമുക്ക് അത് വ്യക്തമാക്കി തരണു. എന്തുകൊണ്ടാണ് ഈ രുക്മിണീ ദേവി
രണ്ടാമത് ഒരു പിടി കൂടി എടുക്കാൻ സമ്മതിക്കാതിരുന്നത്? അതിനൊരു ന്യായം വേറെ പറയണു. എന്തായാലും അദ്ദേഹത്തിനെ മടങ്ങിപ്പോവാൻ അനുവദിക്കൂ എന്ന ഭാവേന ആ ബാക്കി ഉണ്ടായിരുന്ന അവില് രുക്മിണീ ദേവി സ്വീകരിച്ചു. പിന്നീട് അന്ന് മുഴുവനും ശ്രീകൃഷ്ണനും സുദാമനും കൂടിയിട്ട് ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതം യഥാ ആത്മാനം ഭുക്ത്വാ ആത്മാനം പീത്വാ, ആനന്ദപ്രദമായ ഒരു അനുഭവം. അങ്ങനെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതായ കാര്യങ്ങളെ പറഞ്ഞും ഒക്കെ രാത്രി കഴിഞ്ഞു, പ്രഭാതമായി. മടക്കയാത്രയ്ക്ക് ഒരുങ്ങണു, മടങ്ങിപ്പോവാൻ ഒരുങ്ങണു സുദാമൻ. കുറച്ചു ദൂരം അനുയാത്ര ചെയ്ത് തൻ്റെ സുഹൃത്തിനെ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് അയക്കണു. മടങ്ങി വരുന്നതായ സുദാമൻ ചിന്തിക്കുകയാണ്, ക്വാഹം ദരിദ്ര പാപീയാൻ കൃഷ്ണ ശ്രീനികേതന, ഞാൻ എത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ചിട്ട് അങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലിരിക്കണ എനിക്കും ഇന്ന് ഐശ്വര്യത്തിന്റെ ഉപരി ഇരിക്കുന്ന ശ്രീകൃഷ്ണനും വളരെ അന്തരമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ വളരെയധികം അന്തരമുണ്ട്. കുട്ടിക്കാലത്ത് ഒന്നിച്ച് വിദ്യാഭ്യാസം ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരുപക്ഷെ തനിക്ക് ഇത്രയും വലിയൊരു സ്വീകരണം തരേണ്ടതില്ല. പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. പിന്നീട് ജീവിതത്തില് സ്ഥാനമാനങ്ങൾ ഉണ്ടാവുമ്പോൾ, വലിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും പഴയ സൗഹൃദത്തെയൊക്കെ മറന്നു പോവാറുണ്ട്. എന്നാൽ കൃഷ്ണന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അന്ന് ആ ഗുരുകുലത്തിലേക്ക് കടന്നു വരുമ്പോ രണ്ട് ചുണക്കുട്ടികളാണ് കടന്നു വന്നത്, ബലരാമനും ശ്രീകൃഷ്ണനും. അന്ന് എത്രത്തോളം സൗഹൃദം തനിക്ക് തന്നുവോ അതേപോലെ തന്നെ അതിന് യാതൊരു മാറ്റവുമില്ലാതെയാണ് ഇന്നും കൃഷ്ണൻ തന്നെ സ്വീകരിച്ചത്. ഇങ്ങനെ പലതും ചിന്തിക്കുന്നതായ സുദാമൻ തന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന, തന്നെ കാത്തിരിക്കുന്ന പത്നിക്ക് എന്താ ഇപ്പോ താൻ കൊടുക്കുക? എന്തെങ്കിലും ഒന്ന് മടക്കയാത്രയിൽ സമ്മാനമായിട്ട് തന്റെ കയ്യിൽ തന്നിട്ടില്ല. എന്തുകൊണ്ടാവും തരാത്തത്? അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈർണമാം സ്മരേൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരി നാദദാൽ. നിർധനൻ ധനവാനായാൽ അവൻ എന്നെ മറന്നുപോം, ഇതി കാരുണികൻ നൂനം ധനമൊന്നും തരാഞ്ഞതും. പെട്ടെന്ന് ഞാൻ ധനികനായി കഴിഞ്ഞാൽ ആ ശ്രീകൃഷ്ണനെ മറന്നുവെങ്കിലോ എന്ന് കരുതിയിട്ടാവും ഒന്നും തരാത്തത്. ഇങ്ങനെ പലതും ചിന്തിച്ച് തന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുന്നതായ, തന്റെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള സുദാമൻ കാണണു. വിചിത്രോപവനോദ്യാനൈ കുജൽ ദ്വിജകുലാകുലൈ പ്രോത്ഫുല്ല കുമുദാം ഭോജകൽഹാരോൽപലവാരിഭി ജുഷ്ടം സ്വലങ്കൃതൈ പുംഭി സ്ത്രീഭിശ്ച ഹരിണാക്ഷിഭി കിമിതം കസ്യവാസ്ഥാനം കഥം തദിതമിത്യഭൂൽ. പെട്ടെന്ന് തന്റെ ഗ്രാമം, ആ പ്രദേശമാകെ മാറിയിരിക്കുന്നു. വലിയ ഉദ്യാനങ്ങള്, വലിയ മണിമന്ദിരങ്ങൾ. തന്റെ ഗൃഹം ഇരിക്കുന്ന സ്ഥാനം ഇന്ന് മറ്റൊരു ദ്വാരകയിലെ ഒരു കൊട്ടാരം പോലെ ഒരു ഗൃഹമുണ്ട് അവിടെ. അവിടെ ധാരാളം സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ തന്റെ പത്നിക്ക് സഖിമാരായിട്ട് അവരെ കാണാം. ഒരു മറ്റൊരു ദ്വാരകയാക്കി മാറ്റിയിരിക്കണു തന്റെ ഗ്രാമത്തെ. അപ്പൊ ഇത്രയുമൊക്കെ തനിക്ക് സമ്മാനിച്ചിട്ടും അതൊന്നും തന്നെ ഒന്ന് പറയാതെ യാത്ര പുറപ്പെടുന്നതിന് മുൻപോ സ്വകാര്യ സംഭാഷണം ചെയ്യണതിനിടയ്ക്കോ സദസ്സിൽ വച്ചിട്ടോ എപ്പോഴെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിട്ടില്ല. ഒന്നും താൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ആ സുദാമ പത്നി ഇറങ്ങി വന്നു തന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. താൻ കൊടുത്തയച്ച, യാചിച്ചു കിട്ടിയതായ 4 പിടി അവിലുമായി ദ്വാരകയിൽ പോയി ആ ഭഗവാനെ കണ്ട് മടങ്ങി വരുമ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എത്രത്തോളമാണ് ശ്രീകൃഷ്ണനുമായിട്ട് തന്റെ ഭർത്താവിന് ഉള്ള സൗഹൃദം, എത്രത്തോളം ദൃഢമാണ് ആ സ്നേഹം, ആ സൗഹൃദം എന്ന് മനസ്സിലായ ആ സുദാമ പത്നി മിലിതാ ക്ഷണമൽ ബുദ്ധ്യാ മനസാ പരിഷസ്വജേ, ഭർത്താവിന്റെ മുൻപിൽ വന്നു കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കുകയും മനസ്സുകൊണ്ട് തന്റെ
പ്രിയതമനെ, ഭർത്താവിനെ ആലിംഗനം ചെയ്യുകയും ചെയ്തു എന്നാണ്. കാരണം ഒരു പതിവ്രതയ്ക്ക് ഇത് സമൂഹ മധ്യത്തിൽ പരസ്യമായി ചെയ്യാൻ പാടില്ല, അത് ധർമ്മവിരുദ്ധമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് കാണാം. അവിടുന്ന് ഭർത്താവിനോടുകൂടി ആ സാധ്വി ശ്രീകൃഷ്ണൻ നൽകിയ ഐശ്വര്യങ്ങളെ അനുഭവിച്ച്, അപ്പൊ തന്റെ ജീവിതത്തിൽ സുദാമൻ പറയുകയാണ്, ഒരു സുഹൃത്ത് എങ്ങനെയാണ്, ഒരു ഉത്തമ സുഹൃത്തിന്റെ ലക്ഷണം എന്താണ്? ഇവിടുന്ന് താൻ കൊണ്ടുപോയ വളരെ നിസ്സാരമായ ഒന്നിനെ വാനോളം പുകഴ്ത്തുകയും അതും എത്രയോ ജനങ്ങളുടെ, ദ്വാരകാവാസികളുടെ മുഴുവൻ മുൻപിൽ വച്ചിട്ടാണ് ഇത്രത്തോളം സ്വാദിഷ്ടമായ ഒന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പുകഴ്ത്തി പറഞ്ഞതും, തനിക്ക് സമ്മാനിച്ചതിനെ കുറിച്ച് യാതൊന്നും പറയാതിരിക്കുക, കിട്ടിയതിനെ കുറിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി പറയുക, കൊടുത്തതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുക, ഒരു നല്ല സുഹൃത്തിന്റെ ലക്ഷണമാണ് എന്നാണ്. നേരെ മറിച്ച് കിട്ടിയതിനെ കുറിച്ച് ഒന്നും പറയാതെ കൊടുത്തതിനെ കുറിച്ച് പറയുക, അതൊരു നല്ല സുഹൃത്തിന്റെ ലക്ഷണമല്ല. ഇവിടെ ഒന്നും, എന്തെങ്കിലും ഒരു സൂചന ഒന്നും പറഞ്ഞിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇതാണ് ശരിയായിട്ടുള്ള ഒരു സഖാവിന്റെ ലക്ഷണം. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണനുമായിട്ട് എനിക്ക് സൗഹൃദ സഖ്യമൈത്രീ ദാസ്യങ്ങൾ ഉണ്ടാവട്ടെ പുനർജനുസിൽ. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജത സ്ഥൽ പുരുഷപ്രസംഗ. ജന്മാജന്മാന്തരങ്ങളിലും എനിക്ക് ആ ശ്രീകൃഷ്ണനുമായിട്ട്, ആ ഭഗവാനുമായിട്ട് സൗഹൃദ സഖ്യമൈത്രീ ദാസ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എന്നാണ്. പിന്നീട് എന്താണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് എന്ന അതിൻ്റെ ആ താത്വികമായ വശം കൂടി ചുരുക്കി ഒന്ന് അനുസ്മരിക്കണു. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ആശ്രമം, രണ്ടാമത്തെ ആശ്രമം ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക. സുദാമനും ഗൃഹസ്ഥാശ്രമം തന്നെ സ്വീകരിച്ചു. ഇപ്പൊ പ്രാരബ്ധ കർമ്മങ്ങളെ അനുഭവിക്കുക എന്നുള്ളത് അത് ജീവന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ പ്രാരബ്ധ കർമ്മങ്ങളെ അനുഭവിച്ചുകൊണ്ട് ക്ലേശപൂർണമായിട്ടുള്ള ജീവിതം, മുൻ ജന്മങ്ങളിലെ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ വളരെയധികം ക്ലേശപൂർണമായൊരു ജീവിതമാവാം ഈ ജീവന് നയിക്കേണ്ടി വരിക. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സുദാമനെ ഉദാഹരണമാക്കിക്കൊണ്ട് ഒരു ജീവന്റെ പ്രാരബ്ധ കർമ്മങ്ങൾ ശരീരം സ്വീകരിച്ച് ആ ജീവൻ അനുഭവിക്കുന്നതിന് സമാനമായ അത് തന്നെയാണ് കഥാരൂപത്തിൽ പറഞ്ഞത്. അത്തരം ക്ലേശപൂർണമായ ജീവിതം നയിക്കുമ്പോൾ സുദാമ പത്നിയാണ് തന്റെ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത് കൃഷ്ണ സന്ദർശനത്തിനായിട്ട്. അന്ന് വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയതായ ആ ഒരു അനുഭവം, ആ ഒരു സുഖം, ആനന്ദം, അതിന് വീണ്ടും അത് നേടാൻ വേണ്ടി, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സുദാമ പത്നി പ്രേരിപ്പിക്കുകയാണ്. ആ പത്നിയുടെ പ്രേരണയ്ക്കനുസരിച്ചിട്ടാണ് സുദാമൻ തന്റെ കയ്യിൽ വന്നു ചേർന്ന 4 പിടി അവിലുമായിട്ട് ദ്വാരകയില് പോയതും. അവിടെ എത്തിച്ചേർന്നപ്പോൾ ശ്രീകൃഷ്ണൻ ആ സുഹൃത്തിനെ സ്വീകരിച്ച് പഴയ ഓർമ്മകൾ, ഇവിടുത്തെ ഗുരുകുലത്തിലെ ഓർമ്മകൾ പുതുക്കി എന്നാണ്. അങ്ങനെ അവിടുന്ന് തനിക്ക് പിന്നീടുണ്ടായ, രണ്ടാമതൊരിക്കൽ കൂടി ഉണ്ടായ കൃഷ്ണ സന്ദർശനത്താൽ ആനന്ദമഗ്നനായിക്കൊണ്ടാണ് സുദാമൻ മടങ്ങി വരണത് എന്ന് കാണാം. ഈ മടക്കയാത്ര പറയുമ്പോഴോ ആദ്യത്തെ കുറച്ചു ദൂരം എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? സുദാമൻ മടക്കയാത്രയില് അത് ശ്രദ്ധേയമായൊരു വിഷയമാണ്. ദ്വാരകയിൽ നിന്ന് മടങ്ങി ഏതാണ്ട് പകുതി വഴി വരേക്കും ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള സ്മരണകളായിരുന്നു സുദാമന്റേത്. അടുത്ത നിമിഷം മാറുകയാണ്. ഈ നമുക്ക് പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ ചില മൊബൈൽ ടവറുകൾ, അത് ഒരു ടവർ മാറി അടുത്ത ടവറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വരും അല്ലെ, പാറളിക്കാട് എന്നുള്ള ടവർ മാറി അടുത്ത സ്ഥലത്തേക്ക് എത്തിയ അടുത്ത ബോർഡ് വരും. അതേപോലെ ദ്വാരകയിൽ നിന്നും ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് സുദാമന്റെ ചിന്തകൾക്ക് മാറ്റം വന്നു കഴിഞ്ഞു. അതുവരെ കൃഷ്ണസ്മരണയിലായിരുന്ന സുദാമനെ
പെട്ടെന്ന് ഗൃഹത്തിന്റെ ഓർമ്മകൾ പിടികൂടാൻ തുടങ്ങിയെന്നാണ്. ഇത് സാധാരണ ഗൃഹസ്ഥന്മാരൊക്കെ അധികവും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഗൃഹവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കുറെ ദൂരം എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ആ യാത്രക്കിടയിലെ ആനന്ദം അല്ലെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഓർത്ത് മടങ്ങി വരുമ്പോൾ ഏതാണ്ടൊരു ബോർഡർ കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പരിധിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഈ ചിന്തകൾ കടന്നു വരിക. ഏതാണ്ട് അതേപോലെയാണ് ഇവിടെ ഈ വർണ്ണന എന്ന് കാണാൻ പറ്റും. മടക്കയാത്രയിൽ അല്പദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള സ്മരണയൊക്കെ വിട്ടിട്ട് ഗൃഹത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് പിന്നീട് സുദാമന്. തൻ്റെ പത്നി തന്നെ പറഞ്ഞയച്ചത് ഒരുപക്ഷെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാവാം. അതിന് ഒന്നും തൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നയച്ചിട്ടില്ല. ഇങ്ങനെ പല ചിന്തകളുമായിട്ട് മടങ്ങി വരണ സുദാമൻ കാണുന്നതോ സമ്പൽ സമൃദ്ധിയായോട് കൂടിയിട്ട് എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതായ തൻ്റെ ഗൃഹം, അതുപോലെ തന്നെ സർവ അലങ്കാരങ്ങളോടും കൂടിയിട്ട് നിൽക്കുന്നതായ പത്നി, പുത്രാദികൾ, ഇതൊക്കെ തന്നെ ശ്രീകൃഷ്ണന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് സുദാമൻ തിരിച്ചറിയുകയും ചെയ്യണു. അപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വിഷയം, ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണൻ ആ അവിൽക്കിഴി സ്വീകരിച്ച് ഒരു പിടി ആഹരിക്കുകയും രണ്ടാമതൊരു പിടി എടുക്കാൻ ഭാവിച്ചപ്പോ ദേവി രുക്മിണി ദേവി അതിനെ തടഞ്ഞു എന്നും പറഞ്ഞു. എന്താണ് അവിടെ ലക്ഷ്മി ദേവി അത് തടുക്കാൻ കാരണം? പ്രാരബ്ധത്തിന്റെ ഒരു പിടിയാണ് അവിടെ തടുത്തത് എന്ന് പറഞ്ഞു. ആ പ്രാരബ്ധം അവശേഷിക്കുന്നത് കൊണ്ടാണ് സുദാമന് മടങ്ങാൻ കഴിഞ്ഞത്. അല്ല എങ്കിൽ ഒരു നിയമം നമുക്കറിയാം, പുരാണങ്ങളിലെ ഒരു വർണ്ണനയ്ക്കനുസരിച്ച് നമുക്കൊരു നിയമം ദേവീ ഭാഗവതത്തിലൊക്കെ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. എപ്പോഴാണോ പ്രാരബ്ധം പൂർത്തിയാക്കുന്നത് അതോടുകൂടി ജീവൻ ഈ ശരീരത്തെ വിടുന്നു. അപ്പോ പ്രാരബ്ധത്തെ അവിടെ വെച്ച് തൻ്റെ സുഹൃത്ത് ഈ സുദാമൻ ഇനി ഈ പ്രാരബ്ധം അനുഭവിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടാമത് ഒരു പിടി കൂടി അമൃതത്വ ചെയ്തു എങ്കിൽ മടങ്ങിപ്പോവാൻ ആളുണ്ടാവുമായിരുന്നില്ല. അപ്പൊ അത് പോരാ, ലക്ഷ്മി ദേവി അവിടെ ഒന്ന് തിരുത്തുകയാണ്. അത് പോരാ, അദ്ദേഹം ബാക്കി കൂടി അനുഭവിക്കട്ടെ. അങ്ങനെ മടങ്ങി വരാനുള്ള ഒരു അനുമതി കൊടുക്കുകയാണ്, അതിനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ലക്ഷ്മി ദേവി ചെയ്തത്. ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ്? ന്യായമായിട്ടും നമുക്ക് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ദർശനമാണ് ഏറ്റവും വലിയ സായുജ്യം. കൃഷ്ണദർശനം കിട്ടിക്കഴിഞ്ഞതായ സുദാമന് ഇനി മടങ്ങി വീണ്ടും ഈ പ്രാരബ്ധത്തിലേക്ക് വരേണ്ടതുണ്ടോ? വാസ്തവത്തിൽ ലക്ഷ്മി ദേവി അവിടെ ഇത്തിരി ഒരു കടുത്ത പ്രയോഗം അല്ലേ ചെയ്തത് എന്ന് തോന്നാം. പക്ഷെ അവിടെ ഒരു ലോക നിയമത്തെ കൂടി വ്യക്തമാക്കുകയാണ്. നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഏതൊരു കർമ്മത്തിനും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായാൽ മാത്രമേ അതിന് പൂർണ്ണത കൈവരിക്കാൻ കഴിയൂ എന്നാണ്. ഏതൊരു പ്രവൃത്തിയും ഏതൊരു കർമ്മവും പൂർണ്ണമായി എന്ന് നമുക്ക് ബോധ്യമാവണമെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം, ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവണം എന്നാണ്. നല്ലവണ്ണം കുളി കഴിഞ്ഞ് മുഖത്ത് എന്തെങ്കിലും അലങ്കാരം ചെയ്യുക എന്ന് വിചാരിക്കുക, നല്ലവണ്ണം വസ്ത്രം ധരിക്കുക, തലമുടിയൊക്കെ ചീകി ഒതുക്കി വെക്കുക, അല്പം ചന്ദനമോ സിന്ദൂരമോ എടുത്ത് നെറ്റിയിൽ കുറിയിടുക. ഇതൊക്കെ ഈ പ്രവൃത്തിയുടെ പൂർണ്ണത കണ്ണാടി നോക്കുമ്പോഴേ ബോധ്യാവൂ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, തരക്കേടില്ല. അപ്പോൾ ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം അത് ഉണ്ടായാൽ മാത്രമേ ഒരു പൂർണ്ണത നമുക്ക് പറയാൻ കഴിയൂ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹം, അദ്ദേഹത്തിന് അതിൽ പ്രതീക്ഷ ഇല്ല എങ്കിലും ആഗ്രഹമില്ല എങ്കിലും ആ സുദാമ പത്നി അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ സമ്മാനം കൊടുത്ത് അയച്ചിട്ടുള്ളത്. അപ്പൊ തൻ്റെ ഗൃഹത്തില് അതൊക്കെ വന്നു ചേർന്നു കഴിഞ്ഞു. തൻ്റെ ബന്ധുക്കൾക്ക്, ഭാര്യാപുത്രാദികൾക്ക് ഈ ഭൗതികമായതിലൊന്നും തന്നെ ഇനി ക്ലേശമില്ല എന്ന് ബോധ്യമായ സുദാമൻ ഇത് തിരിച്ചു വന്നപ്പോഴാണ് അത് ബോധ്യമായത്. അതുകൊണ്ടാണ് ചില മഹാത്മാക്കള് അങ്ങനെയും വ്യാഖ്യാനിക്കുന്നു. സുദാമ
മടക്കയാത്രയിൽ മടങ്ങി വന്ന് ആ വാതില് അല്ലെങ്കിൽ ഉമ്മറം അല്ലെങ്കിൽ ആ ഗേറ്റ് വരെ വന്നുള്ളൂ എന്നാണ്. അവിടുന്ന് നേരെ വീണ്ടും ഹിമാലയത്തിലേക്ക് പോയി എന്നാണ്. ഇവിടെ അങ്ങനെ ഭാഗവതകാരൻ പരാമർശിച്ചിട്ടില്ല, പക്ഷേ ചില വ്യാഖ്യാതാക്കൾ അങ്ങനെ പറയണു. തെറ്റൊന്നുമില്ല. കാരണം ഇവിടെ വന്നു, നന്നായിട്ടെല്ലാം ഇരിക്കണു, അവർക്ക് മുൻപോട്ടുള്ള ജീവിതത്തിന് ക്ലേശങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ തൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഒരു ധീരന്റെ ഒരു നടപടിയാണത്. തൻ്റെ ആവശ്യം ഇവിടെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ ഗൃഹസ്ഥാശ്രമത്തെ വിടുകയാണ്. അവിടുന്ന് അദ്ദേഹം നേരെ ആ ഗൃഹം വിട്ടുപോയി എന്നും പറയാറുണ്ട്. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന് മടങ്ങി വന്നേ പറ്റൂ, എങ്കിൽ മാത്രമേ ഈ ഒരു പ്രവൃത്തിയുടെ പൂർണ്ണത ആവൂ. ആ ഒരു കാരണം കൊണ്ടാണ് ലക്ഷ്മി ദേവി അല്ലെങ്കിൽ രുക്മിണി ദേവി രണ്ടാമത്തെ ഒരു പിടി അവിലിനെ നിഷേധിച്ചത്, അതിനെ പിടിച്ചു വാങ്ങിയത്. അപ്പൊ അങ്ങനെ പ്രാരബ്ധം അവശേഷിച്ചതുകൊണ്ട് തിരികെ വന്നു എന്നും, അപ്പൊ ജീവന് ബുദ്ധിയുടെ പ്രേരണ കൊണ്ട് എന്നാണ്. ജീവനും ബുദ്ധിയും കൂടി ചേർന്നാൽ മാത്രമേ വ്യക്തിത്വം പൂർണ്ണമാവൂ എന്ന് ഇവിടെ കാട്ടിത്തന്നു. അപ്പൊ ബുദ്ധിയുടെ പ്രേരണയ്ക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഭാഗവതകാരൻ തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ ഇതിന് സമാനമായ ദൃഷ്ടാന്തങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. അപ്പൊ ബുദ്ധിയുടെ പ്രേരണ കൊണ്ട് ജീവന് ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അനുഭവിച്ചത് പോരാ എന്നുള്ള ആ ഒരു വീണ്ടും വീണ്ടും വിഷയങ്ങളെ അനുഭവിക്കാനുള്ള വ്യഗ്രത, അതിനെയാണ് ദാരിദ്ര്യം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത്. അല്ലാതെ നമുക്ക് സാധാരണ ലോകത്തിൽ ധനമില്ലാത്തവൻ ദരിദ്രൻ എന്ന ആ ഒരു പരാമർശത്തെയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അനുഭവിച്ചത് മതിയായിട്ടില്ല, വീണ്ടും വിഷയങ്ങൾ വേണം എന്ന ആ ഒരു വ്യഗ്രത, ആഗ്രഹം, അതിനെ ദാരിദ്ര്യം. കണ്ണുകൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു വ്യഗ്രത, നാവിന് വീണ്ടും വീണ്ടും രുചിയേറിയതിനെ അനുഭവിക്കാനുള്ള വ്യഗ്രത. അപ്പൊ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? എപ്പോഴാണോ സുദാമന് ശ്രീകൃഷ്ണനെ വേർപിരിയേണ്ടി വന്നത്, അന്ന് മുതലാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഒരിക്കൽ കൂടിയിട്ട് ശ്രീകൃഷ്ണനുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു പ്രേരണയാണ് ഇവിടെ ബുദ്ധി നൽകിയത്. ഇനി ഈ ബുദ്ധിക്ക് ഇതിനുള്ള ആ ഒരു പ്രചോദനം, ഇപ്പൊ എല്ലാവരിലും ബുദ്ധി ഉണ്ടല്ലോ, എന്നാൽ എന്തുകൊണ്ട് എല്ലാവരുടെയും ബുദ്ധി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല? അപ്പോഴാണ് ബുദ്ധിക്ക് ഈ ഒരു ഉപദേശം കൊടുക്കാനുള്ള, ഈ പ്രേരണ കൊടുക്കാനുള്ള ആ ഒരു പ്രചോദനം ബുദ്ധിക്ക് കൈവന്നത് ശാസ്ത്രങ്ങളിൽ നിന്നുമാണ്, ജ്ഞാനശാസ്ത്രങ്ങളിൽ നിന്നുമാണ് എന്ന് കാണാൻ പറ്റും. അപ്പൊ എന്തിൽ നിന്നുമാണോ നാം വേർപിരിഞ്ഞത്, അതുമായി വീണ്ടും കൂടിച്ചേരാനുള്ള ഒരു പ്രയത്നം, അതാണ് വാസ്തവത്തിൽ ഈ സുദാമന്റെ ചരിത്രത്തിൽ കൂടിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ദ്വാരകയിലേക്ക് തന്റെ ഗൃഹത്തിൽ നിന്നും കൃഷ്ണദർശനത്തിനായിട്ട് പുറപ്പെടുന്നതായ സുദാമന് തന്റെ പത്നി, മറ്റ് ബന്ധുക്കൾ, പുത്രന്മാരുണ്ടെങ്കിൽ അവര്, ഗൃഹം, ഇവയിൽ നിന്നൊക്കെ വിട്ട് പതുക്കെ പതുക്കെ ദ്വാരകയിലേക്ക് അടുത്തു വരണു. ആ സമയത്ത് ഈ വിഷയങ്ങളെ കുറിച്ച്, ഗൃഹത്തെ കുറിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അദ്ദേഹം വേവലാതിപ്പെടണില്ല. അതൊന്നും അവിടെ പരാമർശിച്ചിട്ടില്ല. അവിടെ തനിക്ക് എപ്പോഴാണ് കൃഷ്ണനെ കാണാൻ കഴിയുക, കൃഷ്ണ സന്ദർശനം മഹ്യം കഥം, എനിക്ക് അവിടെ ചെന്നാൽ ശ്രീകൃഷ്ണനെ കാണാൻ കഴിയുമോ, എങ്ങനെ ആണ് എന്നെ അദ്ദേഹം സ്വീകരിക്കുക, ഒരുപക്ഷെ എന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. അത്രയും വലിയ ഒരു കാലയളവ് അതിനിടയിൽ. അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞ് ഒരിക്കൽ കൂടി കാണുമ്പോൾ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, തനിക്ക് കിട്ടാൻ പോണ ആ ഒരു ആനന്ദാവസ്ഥയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ യാത്രയിൽ അദ്ദേഹത്തിന് ഈ ദാരിദ്ര്യത്തിൻ്റെതായ, ആ ഗൃഹത്തിൽ താൻ അനുഭവിച്ചതായ അല്ലെങ്കിൽ തന്നെ ബാധിക്കുന്നതായ വിഷയങ്ങളൊന്നും തന്നെ അവിടെ സ്മരണയിൽ വരുന്നില്ല. അവിടെ എത്തി ആ ആനന്ദത്തെ പൂർണ്ണമായി അനുഭവിച്ച് വീണ്ടും മടങ്ങി വരുമ്പോ, ഒരു ഘട്ടം കഴിയുമ്പോ വീണ്ടും പഴയതുപോലെ ആ ലോകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. ഗൃഹവും അതിലെ മറ്റ് നമ്മളെ ബാധിക്കുന്നതായ വിഷയങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും
ജീവൻ വ്യാപരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇതിനെ യോഗശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ പറയാറുണ്ട്, ആ ജീവന് തൻ്റെ ഉപാസന കൊണ്ട് ആ ജീവശക്തിയെ ഉണർത്തി യോഗമാർഗത്തിൽ കൂടിയിട്ട്, യോഗമാർഗത്തെ കുറിച്ചിട്ടൊക്കെ ഈ ഉള്ളവനേക്കാൾ നന്നായി അറിയുന്ന എത്രയോ മഹാത്മാക്കളുള്ള ഒരു സദസ്സാണ്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക തന്നത് അധിക പ്രസംഗമാവും. എന്നിരുന്നാലും ഇനിയും 2-3 മിനിറ്റും കൂടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അത് പറയുകയാണ്. തെറ്റുകൾ ക്ഷമിക്കുക. അപ്പൊ ശരിക്കും ആ ഒരു യോഗമാർഗത്തെയാണ് ഇവിടെ കാട്ടിത്തന്നത്. ജീവശക്തി മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് ഓരോ ചക്രങ്ങളെയും ഭേദിച്ച് അനാഹതം, വിശുദ്ധി, അങ്ങനെ ഓരോ ചക്രങ്ങളെ, ഓരോ സ്ഥാനങ്ങളെ കടന്ന് ആ ഒരു ഘട്ടത്തിൽ ശിവചൈതന്യവുമായിട്ട്, ഈശ്വരനുമായിട്ട് കൂടിച്ചേർന്ന് സമാധി ഭാവത്തെ കൈവരിക്കുന്നു. വീണ്ടും അവിടുന്ന് പൂർവാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഒരു പ്രക്രിയ യോഗശാസ്ത്രത്തിൽ നമ്മൾ എങ്ങനെയാണോ അതിനെ താത്വികമായി പറയുക, അത് തന്നെ ഇവിടെ ഒരു കഥാരൂപത്തിൽ പറഞ്ഞു വെച്ചു. ആ താത്വികമായ വിഷയം വെച്ചുകൊണ്ട്, ആ ഒരു ഘടകം വെച്ചുകൊണ്ട് ഈ കഥയെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഒരിക്കലും ഈ വർണ്ണനയിൽ ഒരു ദോഷവും ഒരു ലോപവും ചൂണ്ടിക്കാണിക്കാനില്ല. നേരെ മറിച്ച് ഒരു ഭക്തന്റെ കഥയായിട്ട് മാത്രം ഇതിനെ കാണുമ്പോൾ, ഒരു ഗൃഹസ്ഥൻ ഇങ്ങനെ ആവാൻ പാടുണ്ടോ, താൻ വിവാഹം ചെയ്ത ആളാണ് എങ്കിൽ തൻ്റെ ബന്ധുക്കളെ, ഭാര്യാപുത്രാദികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഗൃഹസ്ഥന്റെ പരമപ്രധാനമായ ഒരു കടമ തന്നെയല്ലേ? അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് ധർമ്മത്തിന് വിരുദ്ധമായ ഒന്നല്ലേ? അപ്പൊ അത് വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാവുന്നൊരു സന്ദേശമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. ഈ സംശയങ്ങൾ ഉണ്ടാക്കുന്നതും ഇതിനെ പ്രചരിപ്പിക്കുന്നതും ഇതിന്റെ മറുവശത്തെ പഠിക്കാത്തതുകൊണ്ടാണ് എന്നും വ്യക്തമാണ്. ഓരോ കഥയ്ക്കും ഓരോ പരാമർശങ്ങൾക്കും വ്യക്തമായ ഒരു ഉദ്ദേശം. പുരാണ കഥകൾക്കൊക്കെ തന്നെ ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയണമല്ലോ. ഇപ്പൊ ദേവീ ഭാഗവതത്തിൽ തന്നെ കാണാവുന്ന ഒരു വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്ന ഒരു പരാമർശം, ഒരു പുരാണത്തിൽ ഈ കഥ പരാമർശിക്കാവുന്നതാണോ വർണ്ണിക്കാവുന്നതാണോ എന്നൊക്കെ സംശയം ജനിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്, നമുക്ക് ഏവർക്കും അറിയണ കഥയാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ പത്നി താരയെ ശിഷ്യനായിട്ടുള്ള ചന്ദ്രൻ തൻ്റെ പത്നിയായി സ്വീകരിച്ചു. അതിൽ ആ ചന്ദ്രന് താരയിൽ ഒരു പുത്രൻ ഉണ്ടാവണു, ബുധൻ എന്ന പേരോടുകൂടി. ചന്ദ്രവംശത്തെ പറയാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിലും അതിന്റെ സൂചനയുണ്ട്, ദേവീ ഭാഗവതത്തിൽ കുറച്ചുകൂടി അതിനെ വിസ്തരിക്കണു. അപ്പൊ ഈ ഒരു കഥയെ നമ്മൾ കഥാരൂപത്തിൽ മാത്രം അതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് തെറ്റായ ധാരണകൾ നമ്മളിൽ ജനിപ്പിക്കുന്നു. ഒരു ഗുരുപത്നിയെ അമ്മയ്ക്ക് കൊടുക്കേണ്ടതായ ബഹുമാനം മാതൃതുല്യമായിട്ട് കണ്ട് ബഹുമാനിക്കേണ്ടതാണ് ഒരു ശിഷ്യൻ എന്നിരിക്കെ, ഗുരുപത്നിയെ ഒരു ശിഷ്യൻ കാമിക്കുന്നു എന്ന ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തെ വർണ്ണിക്കുക പുരാണകാരൻ, സ്വാഭാവികമായിട്ടും അതിലൊരു വൈരുദ്ധ്യം തോന്നാം. അപ്പോഴാണ് ഇവിടെ ഇതിൽ ഒക്കെ ഈ പേരുകൾക്കൊക്കെ തന്നെ ചന്ദ്രനും താരയ്ക്കും ബൃഹസ്പതിക്കുമൊക്കെ അവിടെ ചന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്, ബൃഹസ്പതി ബുദ്ധിയുടെ പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ വ്യംഗ്യാർത്ഥം എന്താണ്, അതിന്റെ പരോക്ഷാർത്ഥം എന്താണ് എന്ന് പഠിക്കുമ്പോഴാണ്, വിശകലനം ചെയ്യുമ്പോഴാണ് ഈ കഥയുടെ ശരിയായ ഉദ്ദേശം ഇതാണ്. അപ്പൊ അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥകൾക്കും ഈ ഒരു ചിത്രം നമുക്ക് ലഭ്യമാവും. അപ്പൊ ഇവിടെ ജീവന് ബുദ്ധിയുടെ പ്രേരണ കൊണ്ട് ആ ഈശ്വര ദർശനത്തിന് വേണ്ടിയിട്ട് ഭഗവത് ആനന്ദത്തെ അനുഭവിക്കുവാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാവണു, പ്രയത്നിക്കുന്നു. ആ ആനന്ദത്തെ അനുഭവിക്കുന്ന ജീവന്, അനുഭവിച്ചു കഴിഞ്ഞ ജീവന് പിന്നീട് അവശേഷിക്കുന്നതായ തൻ്റെ കാലം അവിടെ ശരീരധർമ്മങ്ങളെ ഒന്നും തന്നെ
പിന്നെ ഒന്നും ബാധിക്കുന്നില്ല. ഐശ്വര്യം ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ കൊടുത്തതായ സകല ഐശ്വര്യങ്ങളെയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും പ്രസാദ രൂപേണ അനുഭവിച്ചു എന്നാണ്. അതിലൊന്നും തന്നെ അവരുടെ മനസ്സ് പ്രവർത്തിച്ചിട്ടില്ല. അതൊക്കെ തന്നെ ഒരു നിസ്സംഗനായിട്ട് എന്നാണ്, നിർമ്മമനായിക്കൊണ്ട് അതിനെയൊക്കെ തന്നെ അനുഭവിക്കാനും കഴിഞ്ഞു അവർക്ക് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സാധകനും ഉണ്ടാവുന്ന അനുഭവം എന്നാണ്. ഈ ഒരു ആനന്ദാനുഭവത്തെ ആ ഒരു തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നെ ലോക വിഷയങ്ങൾ, ബാഹ്യ വിഷയങ്ങളൊന്നും തന്നെ ആ സാധകനെ ബാധിക്കുന്നില്ല. ഇപ്രകാരം ഭഗവത് ആനന്ദത്തെ അനുഭവിച്ച ആ സുദാമന്റെ ചരിത്രമാണ് ഇവിടെ വർണ്ണിച്ചത്. ഈ ഒരു ചരിത്രം പറഞ്ഞ പൃഥുക ഉപാഖ്യാനം, ആ സുദാമ ചരിത്രത്തെ അവിലിന്റെ കഥ എന്നാണ്. രാമകൃഷ്ണ പരമഹംസര് പറയാറുണ്ട്, സാധനയിൽ കൂടിയിട്ട് എന്നാണ്. നമ്മള് നിത്യവും ചെയ്യുന്നതായ ഈ സാധന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിൽ കർമ്മവാസനകള് വീണ്ടും പാകമാവാൻ വേണ്ടി, വളർന്ന് വീണ്ടും അത് അടുത്ത ജന്മത്തിലെ പ്രാരബ്ധങ്ങളാവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരിക്കണു ബീജരൂപത്തിൽ. അതിനെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, അതിനെ നമ്മൾ കാര്യമാക്കാതെ വെച്ചിരുന്നാൽ ഈർപ്പം തട്ടിയാൽ മതി വിത്ത് മുളയ്ക്കും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോ ഈ ബീജരൂപത്തിലുള്ളതിനെ എന്തു വേണം? വറുത്തെടുത്ത് വച്ചാൽ മതി എന്നാണ്. പിന്നെ പേടിക്കണ്ട. നേരെ മറിച്ച് വെറുതെ അല്പം നെല്ലെടുത്ത് ചാക്കിൽ പൊതിഞ്ഞു വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലും അല്പം ഈർപ്പം തട്ടിയാൽ മുള പൊട്ടണു. അത് വരാതിരിക്കാൻ ഒട്ടും സംശയിക്കേണ്ട, വറുത്ത് വെക്കുക. അങ്ങനെ വറുത്ത ആ വിത്ത് പോരാ, അതിനെ വീണ്ടും ഒന്നുകൂടി പാകപ്പെടുത്തിയെടുക്കുക. അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞ് അതിനെ അവിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ, എന്നാൽ ഇവിടെ മലര് എന്ന് പറഞ്ഞില്ല, ശ്രദ്ധേയമായ ഒരു കാര്യമാണത് അല്ലെ. അവില് എന്ന് തന്നെയാ പറഞ്ഞത്. ഉമി കളഞ്ഞ അരി എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ അവിലിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഈ മലരിനൊരു കുഴപ്പമുണ്ട്, ഈ സാധനം കാറ്റ് തട്ടിയാൽ വീണ്ടും പഴയതുപോലെയാവും. അവിലങ്ങനെ ആവില്ല. അപ്പോ അവിലിന് തന്നെയാണ് പ്രാധാന്യം. അപ്പോ അതിൻ്റെ ഉമി കളഞ്ഞ് അതിനെ അവിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ, പാകപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും പൂർവാവസ്ഥയിലേക്ക് അത് പോവില്ല, ഉറപ്പായി കഴിഞ്ഞു. ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്ത് എന്നാണ് ഈശ്വര സമർപ്പണത്തിനാക്കിക്കൊണ്ട് ഉപയോഗിക്കുക. ഇങ്ങനെ എന്തെല്ലാം സന്ദേശങ്ങളാണ് ഒരു കഥയിൽ കൂടി തന്നെ തരണത് എന്നാണ് ആ സുദാമ ഉപാഖ്യാനം. ആ സുദാമന്റെ ചരിത്രം അല്ലെങ്കിൽ അവിലിന്റെ കഥ, പൃഥുക ഉപാഖ്യാനം. ആരാണോ പാടുന്നത്, ആരാണോ കേൾക്കുന്നത്, അവർക്ക് ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയും. അവരിൽ ഭക്തിഭാവം വളരണു, പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2 അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തില് വളരെ പ്രസിദ്ധവും വളരെ അധികം താത്വികമായ സന്ദേശങ്ങളുള്ളതായ ഒരു ഭാഗത്തെയാണ്. ആദ്യം കിട്ടിയ വിഷയം മറ്റൊന്നായിരുന്നു. അത് കുറച്ച് പ്രയാസമായതുകൊണ്ട് മാറ്റി ചോദിച്ചു. അപ്പോൾ കിട്ടിയത് അതിലേറെ അപകടമായിട്ടുള്ളത്. 1.5 മണിക്കൂർ കൊണ്ട് ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇത്രയും വലിയ മഹാത്മാക്കളുടെ മുൻപിൽ ഈ വിഷയങ്ങളിൽ ഒരു കുട്ടി തന്നെയാണ്. അങ്ങനെ കുട്ടികളായിട്ടുള്ള ഞങ്ങൾക്ക് വരാൻ ഒരു അവസരം കിട്ടണത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം, മഹാത്മാക്കളുടെ ഒക്കെ അനുഗ്രഹമായിട്ട് കാണണു. അപ്പോൾ ഇതില് പറഞ്ഞതിൽ ഒരുപാട് പിഴവുകളാണ്. എങ്കിലും അതിലെ നല്ല വാക്കുകളെ സ്വീകരിച്ച് അനുഗ്രഹിക്കുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.